പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയ കമ്പനിക്കെതിരെ കേസെടുത്തു. എഡിആർ സിജി ലൂബ്രിക്കേറ്റഡ് എന്ന കമ്പനിക്കെതിരെയാണ് നടപടി. ജീവന് ഹാനികരമാകുന്ന രീതിയിൽ അണുബാധ പടർത്താൻ ശ്രമിക്കൽ, പൊതുജല സ്രോതസ് മലിനമാക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് കമ്പനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രദേശവാസിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ബഷീർ നൽകിയ പരാതിയിലാണ് ബിനാനിപുരം പോലീസിന്റെ ഇടപെടൽ. ഓയിൽ കമ്പനിയായ സിജി ലൂബ്രിക്കേറ്റഡ് ആണ് പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഉത്തരവ് പ്രകാരം കമ്പനി അടച്ചുപൂട്ടി. കമ്പനിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള പരാതിയിൽ ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുകയാണ്. വിഷജലം ഒഴുക്കിയതിനെ തുടർന്ന് പെരിയാറും പരിസര ജലാശയങ്ങളും മത്സ്യങ്ങളുടെ ശവപ്പറമ്പായി മാറിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. പെരിയാറിന്റെ കൈവഴിയിലേക്കും വിഷജലം ഒഴുകിയെത്തിയതോടെ സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപക മത്സ്യനാശം സംഭവിച്ചു. രാസമാലിന്യങ്ങൾ വേനൽക്കാലത്ത് സൂക്ഷിച്ചു വെക്കുകയും മഴ പെയ്യുമ്പോൾ ഒഴുക്കുണ്ടാകുമെന്ന ധാരണയിൽ ഇവ ഒഴുക്കി വിടുകയുമെന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ വർഷവും മഴക്കാലത്ത് ഇങ്ങനെ മത്സ്യക്കുരുതി ഉണ്ടാകുന്നത് എന്ന് പറയുകയാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ റിട്ടയർഡ് ഡയറക്ടർ ഡോക്ടർ MK മുകുന്ദൻ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പങ്കില്ല എന്ന് കൈയൊഴിഞ്ഞ് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല റിപ്പോർട്ട്. ജലത്തിൽ അമോണിയയും സൾഫേറ്റും അപകടകരമായ അളവിൽ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കുഫോസ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് സമർപ്പിച്ചു. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറവാണെന്നും കുഫോസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വെള്ളത്തിൽ എങ്ങനെയാണ് അമോണിയയും സൾഫേറ്റും അപകടകരമായ അളവിൽ എത്തിയത് എന്നറിയാൻ വിശദമായ പരിശോധനയാണ് ആവശ്യപ്പെടുന്നത് എന്നും കുഫോസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ രാസവസ്തുക്കളുടെ സാന്നിധ്യം ഉണ്ടായത് എന്നറിയാൻ മത്സ്യങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഫലം ലഭിക്കുന്നുണ്ട്. ഇതിൽ ഒരാഴ്ചയെങ്കിലും താമസമെടുക്കും. ചത്ത മത്സ്യങ്ങളിൽ നിന്നും പുറത്തു വന്നതാകാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ടെന്നും കുഫോസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. നേരത്തെ മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ലെന്നും വെള്ളത്തിലെ ഓക്സിജൻ കുറവായതിനാലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമായത് എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിനു കാരണമായി പറഞ്ഞത് പാതാളം ബണ്ട് അപ്രതീക്ഷിതമായി തുറന്നു എന്നതായിരുന്നു. പാതാളം ബണ്ടറിന്റെ ഷട്ടർ തുറന്നുവിട്ടതിന് പിന്നാലെയാണ് അവിടങ്ങളിലെ ഭാഗങ്ങളിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയാൻ കാരണമായത് എന്നും പറയുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു മലിനീകരണ ബോർഡിന്റെ തങ്ങളുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെ തള്ളിക്കളയുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കുഫോസ് പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിൽ എങ്ങനെയാണ് ഈ രാസവസ്തുക്കൾ കലർന്നത് എന്ന് അന്വേഷണത്തിൽ നിന്നും ഇനി തുടക്കമാകും. നിലവിൽ 4 വകുപ്പുകളും പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ദുരന്തത്തിനിടയായ കാരണങ്ങളും മത്സ്യകർഷകനുണ്ടായ നാശനഷ്ടങ്ങളും വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഫോർട്ട് കൊച്ചി സബ് കളക്ടറോട് നിർദ്ദേശിച്ചിരുന്നു. സബ് കളക്ടർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യകർഷകരിൽ നിന്നും സബ് കളക്ടർ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. 5 കോടി രൂപയോളം മത്സ്യകർഷകർക്ക് നഷ്ടമായിട്ടുണ്ടാകുമെന്നാണ് കണക്ക്. കൂട് മത്സ്യകൃഷി ചെയ്യുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കരിമീൻ, കാളാഞ്ചി, തിലാപ്പിയ മീനുകളാണ് മിക്ക കർഷകരും വളർത്തിയിരുന്നത്. ഒരു കൂട്ടിൽ 2500 കുഞ്ഞുങ്ങളെ വരെ വളർത്തിയിരുന്നു. ഈ കൂട്ടിൽ കുറഞ്ഞത് 1-2 ലക്ഷം രൂപ വരെയാണ് ഓരോ കൂടിനും ചെലവ് വരിക. 450ഓളം കർഷകരാണ് ഇത്തവണ ദുരന്തത്തിന് ഇരയായിരിക്കുന്നത്.